പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏറ്റവും വിനയത്തോടുകൂടി മുന്നമേ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ തിരുവചനം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും അനുകൂലമായ സാഹചര്യങ്ങൾ നിന്നതായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യമാണ്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. ഇത് പറഞ്ഞത് പിറവിയിൽ തന്നെ കുരുടനായിരുന്ന മനുഷ്യന് സൗഖ്യം കിട്ടി. ആ സൗഖ്യം കിട്ടിയവനായ മനുഷ്യൻ പരീശന്മാരോട് ന്യായശാസ്ത്രിമാരോടെല്ലാം പറയുന്നതായ ഒരു വേദഭാഗമാണ്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, എന്തുകൊണ്ട് കർത്താവേ എൻ്റെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഇതുവരെയും മറുപടി ലഭിക്കാതെ പോകുന്നു എന്ന്. അതിനൊത്തിരി കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ വായിച്ചതായ ഒരു വേദഭാഗം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിലും അതുകൊണ്ട് മാത്രമാകണമെന്നില്ല. ഒരു മനുഷ്യൻ രോഗിയായി മുന്നോട്ട് പോവുകയാണ്, വലിയ പ്രതിബന്ധങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ പാപങ്ങൾ കൊണ്ട് തന്നെയാണ് എന്ന് ആ ഒറ്റ കാരണം മാത്രം പറയുവാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ തന്നെ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ പിറവിയിലെ പിറവിക്കുരുടനായ ജന്മനാ അന്ധനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, ഗുരു, ഈ മനുഷ്യൻ ഇങ്ങനെ കണ്ണിന് കാഴ്ചയില്ലാത്തവനായി തീരുവാൻ എന്താണ് കാരണം? ഇവൻ്റെ പാപമാണോ? ഇവൻ്റെ അമ്മയപ്പന്മാരുടെ പാപമാണോ? പൂർവികമായ ശാപങ്ങളാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ യേശുക്രിസ്തു അവിടെ വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട്. ഇവൻ്റെ പാപം മൂലമല്ല, ഇവൻ്റെ അമ്മയപ്പന്മാരുടെ പാപം മൂലമല്ല, മറിച്ച് ദൈവ തിരുനാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ് എന്ന്. ലാസദീനമായി കിടക്കുമ്പോൾ ഇത് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. ഈ രോഗം ദീനത്തനായിട്ടല്ല, മറിച്ച് ഇത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് എന്ന്. അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും എല്ലാ രോഗങ്ങളും ആ വ്യക്തിയുടെ പൂർവികമായ ശാപങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കുവാൻ നമുക്ക് പാടില്ല. ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളിലൂടെ യേശുക്രിസ്തുവിൻ്റെ നാമം ഉയർത്തപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ ചില ആളുകൾ സൗഖ്യപ്പെടുമ്പോൾ, ഒരു മാനസാന്തരം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ അറിയും, ചിന്തിക്കും, ഇതാ യേശു അവനിൽ പ്രവർത്തിച്ചു എന്ന്. ഈ നാളുകളിൽ ഒരു ചെറുപ്പക്കാരൻ മാനസാന്തരപ്പെട്ടു. ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ആദ്യം നല്ലൊരു പയ്യനായിരുന്നു, പക്ഷേ പിന്നീട് മദ്യത്തിൻ്റെ അടിമയായി മാറി. മദ്യത്തിൻ്റെ അടിമയായി മുന്നോട്ട് പോയപ്പോൾ ഭ്രാന്തനെ പോലെ ആയി മാറുകയായിരുന്നു. മദ്യം കഴിച്ചാൽ പിന്നെ എല്ലാം തല്ലിപ്പൊളിക്കും, വഴക്കുണ്ടാകും, പ്രശ്നം, ആരെ കണ്ടാലും ചീത്ത വിളിക്കുന്ന ചെറുപ്പക്കാരനായിട്ട് മാറി ഇദ്ദേഹം. പ്രിയപ്പെട്ടവരെ, ഒരു പണിയെല്ലാം ഉണ്ട്, ജോലിയുണ്ട്, പക്ഷേ അത് പണിക്ക് പോയാൽ അവിടെ ചെന്ന് ഒരു ദിവസം കഴിയുമ്പോൾ അവിടെയും പ്രശ്നമാകും. നാട്ടിൽ എല്ലാവർക്കും വെറുക്കപ്പെട്ടവനായി മാറി. ഈ മനുഷ്യൻ്റെ മദ്യപാനം മാറ്റുവാനായിട്ട് ഏകദേശം 30ഓളം ദിവസങ്ങൾ അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മദ്യപാനം മാറിയില്ല. എന്നാൽ ഈ മനുഷ്യൻ ഒരു ധ്യാനത്തിന് പോകുവാൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം ധ്യാനത്തിന് പോകുവാനിടയായി, ദൈവത്തെ അറിയുവാനിടയായി. ആ വ്യക്തിക്ക് മാനസാന്തരമുണ്ടായി, മദ്യപാനം മാറി. മദ്യപാനം മാറിക്കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ കോപിച്ചലറുന്നവനായ മനുഷ്യനിപ്പോൾ കുഞ്ഞാടിനെ പോലെ ശാന്തതയുള്ള മനുഷ്യനായി മാറി. ഇദ്ദേഹം പിന്നീട് സാക്ഷ്യം പറഞ്ഞു, എന്നെ മുൻപ് ആളുകൾ കാണുമ്പോൾ ഭ്രാന്തനാണെന്ന് കരുതി, അല്ല, ഞാൻ ഭ്രാന്തനെ പോലെ പെരുമാറുന്ന കാണുമ്പോൾ എന്നെ കാണുമ്പോൾ ആളുകൾ ഓടിയൊളിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ആളുകൾ എൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക, എന്നെ കാണുമ്പോൾ, മോനെ, നിനക്ക് എന്തുകൊണ്ടാണ് ഈ മാറ്റം സംഭവിച്ചത്? ആരാണ് മാറ്റിയത്? ഞാൻ പറഞ്ഞു, എൻ്റെ യേശുവാണ്, അവൻ്റെ വചനം കേട്ടതുകൊണ്ടാണ് എന്ന്. പ്രിയപ്പെട്ടവർ, ഈ മനുഷ്യൻ പറഞ്ഞ സാക്ഷ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മാനസാന്തരത്തിലൂടെ, ആ വ്യക്തിയുടെ മദ്യപാനം മാറിയതിലൂടെ
ദൈവനാമം മഹത്വപ്പെടുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് നാം ആരും നിരാശപ്പെട്ടു പോകരുതേ. ഇവിടെ നാം മുന്നോട്ട് കാണുമ്പോൾ ഈ മനുഷ്യൻ്റെ അടുക്കൽ യേശുക്രിസ്തു ഒരു അത്ഭുതം ചെയ്യുകയാണ്. യേശു തമ്പുരാൻ അവിടെ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി ആ ചേറ് അവൻ്റെ ആ പിറവിക്കുരുടനായ മനുഷ്യൻ്റെ കണ്ണിൽ പുരട്ടിയിട്ട് പറഞ്ഞു, നീ പോയി ശീലോഹോം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അവൻ അനുസരിക്കുകയാണ്. അവൻ പോയി കഴുകിയപ്പോൾ അവന് കണ്ണിന് കാഴ്ച കിട്ടി. പ്രിയപ്പെട്ടവരെ, അവിടെ അത്ഭുതം സംഭവിക്കുകയാണ്. എന്നാൽ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം തന്നെ 11-ാം വാക്യത്തിൽ ഒരു പ്രത്യേകമായൊരു വചനം അവിടെ പറയുന്നുണ്ട്. കാരണം ഈ മനുഷ്യ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പരീശന്മാരുൾപ്പെടെ പലരും ചോദിച്ചു, നിനക്കാരാണ് സൗഖ്യം തന്നത്? വലിയ അത്ഭുതമായിരിക്കുന്നുവല്ലോ, ആരാണ് സൗഖ്യം തന്നത് ചോദിക്കുമ്പോൾ അവൻ പറയുന്നൊരു കാര്യമാണ്, യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ എന്നെ സൗഖ്യമാക്കിയെന്ന്. അവൻ എവിടെയാണ് അവൻ എവിടെ പോയി ഞാൻ അറിയുന്നില്ല എന്നാണ് അവിടെ അവൻ മറുപടിയായി പറയുന്നത്. സഹോദരങ്ങളെ, ഈ നാളുകളിലും എത്രയോ ക്രിസ്ത്യാനികളാണ് ഇന്നും യേശുവിനെ ദൈവപുത്രനായിട്ട് അറിയാത്തത്, അംഗീകരിക്കാത്തത്, വിശ്വസിക്കാത്തത്. എന്ന് പറഞ്ഞാൽ പലർക്കും യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് അറിയുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. പലരും ചിന്തിക്കുന്ന അനേക ദൈവങ്ങളിൽ ഒരു ദൈവമാണ് യേശു തമ്പുരാൻ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നുകൊണ്ടാണ് ഇന്നും അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും അരുതാത്ത കാര്യങ്ങളിലേക്കും അരുതാത്ത വിശ്വാസങ്ങളിലേക്കും അനേകം ക്രിസ്ത്യാനികൾ ഇന്നും പോകുവാനായിട്ട് കാരണം ആ യേശു ദൈവപുത്രനാണെന്ന് പലരും തിരിച്ചറിയുന്നില്ല. എന്നാൽ സഹോദരങ്ങളെ, ആ ഒരു ബോധ്യം ഉണ്ടാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ ബൈബിൾ തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ വിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ടത് എന്നുള്ളതായ ഒരു ചോദ്യത്തിന് ഒരു പ്രധാനപ്പെട്ട ഉത്തരം വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യം പറയുകയാണ്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, വചനം പറയുകയാണ്. എന്തിനു വേണ്ടിയാണ് വചനം എഴുതിയത്? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നാം ഓരോരുത്തരും വിശ്വസിക്കുവാൻ വേണ്ടിയാണ്. വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ്. സഹോദരങ്ങളെ, ഇന്ന് ജീവനുണ്ടോ? പലർക്കും ജീവനില്ല. കാരണം എന്താണെന്നറിയാമോ? പിശാചിങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്താവ് തമ്പുരാൻ പറഞ്ഞ കാര്യമാണല്ലോ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ആരാണ് ഈ കള്ളൻ? അത് പിശാച് തന്നെയാണ്. ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ആദാമും ഹവ്വായും ഏറ്റവും സന്തോഷത്തോടെ അവിടെ ജീവിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ അവിടെ കടന്നു ചെന്ന് നുണ പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ച് അവരെ വഞ്ചിച്ച് ആ പഴം പറിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം തമ്പുരാൻ വേദനിക്കുകയാണ്. ആ യഹോവ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പിശാചിന് സന്തോഷമായി. അതേ പിശാച് ഇന്നും പ്രവർത്തിക്കുകയാണ്. നാം അത് മറന്നു പോയി ജീവിക്കരുതേ പ്രിയപ്പെട്ട. കാരണം പിശാചിനറിയാം പിശാചിനുള്ളതായ സ്ഥലം നരകമാണ്. പിശാച് ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാണ് ഒറ്റയ്ക്ക് നരകത്തിലേക്ക് പോകുന്നത്? പോരട്ടെ, മാക്സിമം ആളുകൾ പോരട്ടെ എന്നവൻ ചിന്തിക്കുന്നുകൊണ്ടാണ് ആ പിശാച് പല പല ഉപായങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക്, എല്ലാ മേഖലകളിലേക്കും പിശാച് കടന്നു വരികയാണ്. പിണക്കങ്ങളും വഴക്കുകളും വാശിയും വൈരാഗ്യവും എല്ലാം പിശാച് സമ്മാനിക്കുന്നതാണ്. മദ്യപാനവും വെറിക്കുത്തുകളും എല്ലാം പിശാച് പ്രേരിപ്പിച്ച് ചെയ്യിപ്പിക്കുകയാണ്. അരുതാത്ത കാര്യങ്ങൾ പ്രേരിപ്പിക്കുകയാണ്. പള്ളിയിൽ പോകുവാൻ പിശാച് സമ്മതിക്കുകയില്ല. സുവിശേഷ യോഗത്തിന് പോകുവാൻ പിശാച് സമ്മതിക്കുകയില്ല. ഒരു ധ്യാനം കൂടുവാൻ പോകുവാൻ പിശാച് സമ്മതിക്കുകയില്ല. എന്നാൽ അതേ സമയം തന്നെ അരുതാത്ത എല്ലാ മേഖലകളിലേക്കും പിശാച് പോകുവാൻ പ്രേരിപ്പിക്കുമ്പോൾ നാം ആ പ്രേരണയിൽ പെട്ടുകൊണ്ട് അത് ചെയ്യുമ്പോൾ, അങ്ങോട്ട് പോകുമ്പോൾ, അരുതാത്ത വഴികളിലേക്ക് നീങ്ങുമ്പോൾ പിശാച് നമ്മെ കണ്ടുകൊണ്ട്, നമ്മുടെ വ്യക്തി ജീവിതത്തെ കണ്ടുകൊണ്ട്, നമ്മുടെ കുടുംബജീവിതത്തെ കൊണ്ട് സന്തോഷിക്കുകയാണ്. സഹോദരങ്ങളെ, നാം ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകണമേ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ നാം വായിക്കുന്ന കാര്യം പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാം പിശാചിൻ്റെ കെണിയിലായി മുന്നോട്ട് പോകുമ്പോൾ യേശു പറയുകയാണ്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. വീണ്ടും കർത്താവ് പറയുന്നു, ഞാൻ വന്നിരിക്കുന്ന നിങ്ങൾ ജീവൻ നൽകുവാനും സമൃദ്ധമായി നൽകുവാനുമായിട്ട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നത് നിങ്ങൾ ജീവൻ നൽകുവാനായിട്ടാണ്, നിത്യജീവൻ നൽകുവാനായിട്ടാണ്, സ്വർഗരാജ്യം തരുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ആ യേശുവിൽ വിശ്വസിക്കണം പ്രിയപ്പെട്ട. വചനം കേൾക്കണം. വചനം കേട്ടിട്ട് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുകയും പോരാ,
വിശ്വസിച്ചിട്ട് നമുക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത്. ആയതിനാൽ നാം ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് ആ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് മാത്രമല്ല പ്രിയപ്പെട്ടവർ, ഈ നാളുകളിൽ പലപ്പോഴും കാണുന്ന കാഴ്ച, വചനമെല്ലാം കേട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്തോത്രം പറയും, ഹല്ലേലൂയ പറയും, പക്ഷെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഇല്ലാത്തതായ അനേകം ആളുകളെ കണ്ടുമുട്ടുവാൻ ഇടയായിട്ടുണ്ട്. ഞാൻ ആരെയും കുറ്റം വിധിക്കുവാൻ പറയുന്നതല്ല, നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ മതിയാകും. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൽ പോകുന്നുണ്ട്, കൃത്യമായിട്ടതെല്ലാം ചെയ്യുന്നുണ്ട്, പോരാ, സുവിശേഷ യോഗത്തിന് കൃത്യമായിട്ട് പോകുന്നുണ്ട്, കൺവെൻഷനിൽ പോകുന്നുണ്ട്, നടത്തുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, സ്തോത്രമുണ്ട്, ഹല്ലേലൂയയുണ്ട്. പക്ഷേ വചനം കേട്ടുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് പാപത്തോട് വിട പറഞ്ഞിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണല്ലോ. കാരണം ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ഏറ്റവും ബോധ്യപ്പെടേണ്ട കാര്യം 4-ാം സങ്കീർത്തനം 4-ാം വാക്യം തന്നെയാണല്ലോ. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. പാപം കാണുമ്പോൾ, പാപം ചെയ്യുമ്പോൾ, പാപം ചിന്തിക്കുമ്പോൾ നടുങ്ങുന്നവരായി മാറണം. അതാണ് കർത്താവിൻ്റെ ഇഷ്ടം. എങ്കിൽ മാത്രമേ നിത്യജീവനെ അവകാശമാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഇനി വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് ഈ മനുഷ്യൻ എങ്ങനെയാണ് കാഴ്ച കിട്ടിയത്, ഇവനിൽ കാഴ്ച കിട്ടി യേശുവാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പരീശന്മാർ ചിന്തിക്കുകയാണ്, ഈ ഒരു കാര്യത്തിലൂടെ യേശുവിനെ ഒന്ന് കുറ്റം വിധിക്കണം, ശിക്ഷ വിധിക്കണം. അതുകൊണ്ട് അവൻ്റെ അമ്മയപ്പന്മാർ ചോദിക്കുന്നുണ്ട്, ഈ നിങ്ങളുടെ മകൻ എങ്ങനെയാണ് കാഴ്ച കിട്ടിയത്? അവർ പറയുകയാണ്, അവന് പ്രായമുണ്ടല്ലോ, പോയി ചോദിക്കുവാനായിട്ട് പറയുമ്പോഴാണ് ഇവർ വന്ന് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെയാണ് കാഴ്ച കിട്ടിയത്, ആരാണ് സൗഖ്യം എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറഞ്ഞൊരു മറുപടിയാണ് നമ്മൾ ആദ്യം വായിച്ചു കേട്ടത്, യോഹന്നാൻ 9:31 വായിച്ചു കേട്ടത്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവൻ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന്. സഹോദരങ്ങളെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുന്നത് നമ്മുടെ പാപം കൊണ്ടായിരിക്കണമെന്നില്ല. ഒരു കാര്യം പറഞ്ഞു, ആ ദൈവ നാമമഹത്വത്തിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം ചിന്തിക്കുന്നത് മറ്റൊരു കാര്യമാണ്, എൻ്റെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതിരിക്കുന്നത് എൻ്റെ പാപം മൂലമാണോ, എൻ്റെ പാപം മൂലമാണോ? നാം അത് ചിന്തിക്കേണ്ട ഏറ്റവും അത്യാവശ്യ കാര്യമാണ്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, 1 പത്രോസ് 3-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവിടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. വീണ്ടും പറയുകയാണ്, എന്നാൽ ദുഷ്പ്രവൃത്തിക്കാരുടെ നേരെ യഹോവ മുഖം തിരിക്കുന്നു എന്ന്. നാം പാപം വിട്ടകന്നുകൊണ്ട് നീതിമാന്മാരായി ജീവിക്കുമ്പോൾ, നമുക്കറിയാം നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കന്മാർ, പൂർവികരായിരുന്ന വിശുദ്ധ പിതാക്കന്മാരെല്ലാം ജീവിച്ചിരുന്ന ആളുകളിൽ കൈമലർത്തി പ്രാർത്ഥിച്ചപ്പോൾ അന്ന് ആ പിതാക്കന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം തമ്പുരാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ നീതിമാന്മാരായിരുന്നു. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവിടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. സഹോദരങ്ങളെ, വീണ്ടും വചനം പറയുകയാണ്, എന്നാൽ ദുഷ്പ്രവർത്തിക്കാർക്ക് യഹോവയുടെ മുഖം തിരിച്ചിരിക്കുകയാണ്. നാം ചിന്തിക്കേണ്ടത്, ഞാൻ ഇനിയും പാപം ചെയ്തുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്, പാപം ഉപേക്ഷിക്കുവാൻ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇവിടെ നാം പറഞ്ഞുവല്ലോ, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന്. സംഖ്യാപുസ്തകം 32-ാം അധ്യായം 23-ാം വാക്യം പറയുകയാണ്. അതൊരു വലിയ പ്രധാനപ്പെട്ട വാക്യമാണ് കേട്ടോ. സംഖ്യാപുസ്തകം 32-ാം അധ്യായം 23-ാം വാക്യം പറയുന്നു, നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കുമെന്ന്. അത് POC ബൈബിൾ പറയുന്ന പ്രകാരമാണ്, നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ചില തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം ഉണ്ടായി. എന്നാൽ അത് ഇതുവരെയും വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാൻ സാധിച്ചില്ല. അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ആ പാപം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ജീവിക്കുകയാണ്. ഭക്തിയാണ് ധരിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ പാപഫലം നിന്നെ വേട്ടയാടുമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് അനുഗ്രഹമാകുകയില്ല. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യത്തിൽ ശലോമോൻ അത് തന്നെയാണ് പറയുന്നത്. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ
കരുണ ലഭിക്കും. ഒത്തിരി ആളുകൾ ധ്യാനമെല്ലാം കൂടി കഴിയുമ്പോൾ അവർ പങ്കുവയ്ക്കുന്ന സാക്ഷ്യത്തിലൂടെ പറയാറുണ്ട്, ഞാൻ കുമ്പസാരിച്ചിട്ട് തന്നെ വർഷങ്ങളായി എന്ന്. ഒരു പക്ഷേ വിവാഹത്തിന് മുൻപ് ഒരു കെട്ടുകുമ്പസാരം നടത്തുവാനായിട്ട് ഞാനും ചടങ്ങിന് വേണ്ടി കുമ്പസാരിച്ചു. എൻ്റെ വിവാഹം കഴിഞ്ഞു 20-30 വർഷങ്ങളായി. കാലങ്ങൾ ഒത്തിരി മുന്നോട്ട് പോയപ്പോൾ ഞാൻ മദ്യത്തിലും മറ്റ് കാര്യങ്ങളുമെല്ലാം ആഘോഷമായി ജീവിച്ചവനാണ്. ഞാൻ ഒരിക്കൽ പോലും കുമ്പസാരിച്ചിട്ടില്ല. പള്ളിയിൽ പോകുന്നവരുമുണ്ട്, പോകാത്തവരുമുണ്ട്. പക്ഷേ കുമ്പസാരിക്കുവാൻ തയ്യാറായിരുന്നില്ല. ചിലർ പറയുന്നുണ്ട് കുമ്പസാരിച്ചു, പലവട്ടം കുമ്പസാരിച്ചു, പക്ഷേ ഇതുവരെയും ചില പാപങ്ങൾ ഏറ്റുപറയുവാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോഴാണ് വ്യക്തമായിട്ട് മനസ്സിലായത്, ചില പാപങ്ങൾ മറച്ചുവെച്ച് മുന്നോട്ട് പോവുകയായിരുന്നുവെന്ന്, അത് ഏറ്റുപറയാൻ സാധിച്ചു എന്ന് പലരും പറഞ്ഞു കേൾക്കിടയായി. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ആളുകൾ അങ്ങനെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാനിടയായിട്ടുണ്ട്. അപ്പോൾ ചോദിച്ച കാര്യമുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? അവർ പറഞ്ഞൊരു കാര്യമാണ്, ഒരു വലിയ സന്തോഷമായി, സമാധാനമായി, ഹൃദയത്തിൽ നിന്ന് എന്തോ ഒരു വലിയ ചുമട് താഴേക്ക് ഇറക്കി വെച്ചതുപോലെ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞവരുണ്ട്. പോരാ, പിന്നീടുള്ള നാളുകളിൽ അവിടെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്നതായ പല പല അനുഗ്രഹങ്ങൾ അവിടെ ജീവിതത്തിലേക്ക് വരുന്നത് അനുഭവിച്ചറിയുവാനും സാധിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ആയതിനാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങളുടെ പാപഫലം നിങ്ങളെ വേട്ടയാടുമെന്ന്. ചോദിക്കട്ടെ, ഇനിയും ഏറ്റുപറയാത്തതായ ഏതെങ്കിലും പാപ സ്വഭാവങ്ങൾ ജീവിതത്തിലുണ്ടോ? ഇനിയും ക്ഷമ ചോദിക്കേണ്ടവർ ക്ഷമ ചോദിക്കാതെ വാശിയും വൈരാഗ്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണോ? പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ട് ചേർത്ത് പറയട്ടെ, പല പല ആളുകളും ദൈവത്തിൻ്റെ വചനം കേട്ട് പലരോടും ക്ഷമ ചോദിച്ചു എന്ന് പലരും പറഞ്ഞു കേൾക്കുവാനിടയായി. സഹോദരങ്ങളെ, അതാണല്ലോ യഥാർത്ഥമായ മാനസാന്തരം. നാളുകളായി വഴക്കായി, മിണ്ടാത്തവരായി, പിണക്കമുള്ളവരായി, കണ്ടാൽ പോലും മുഖം മറച്ച് പോകുന്നവരായിട്ട് ജീവിച്ചിരുന്ന അനേകം ആളുകൾ ഈ നാളുകളിൽ ധ്യാനമെല്ലാം കൂടി ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ, ആ ദൈവപുത്രനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പിണക്കം മാറ്റുവാൻ തീരുമാനമെടുത്തു. ആ വീടുകളിൽ ചെന്ന് ക്ഷമ ചോദിക്കുവാൻ തീരുമാനമെടുത്തു. ക്ഷമ ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ആ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വലിയ സന്തോഷത്തിലും സമാധാനത്തിലുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആയതിനാൽ ചിന്തിക്കണം കേട്ടോ, എൻ്റെ ജീവിത സമാധാനം വേണമോ, സന്തോഷം വേണമോ? പ്രിയപ്പെട്ടവരെ, 119 സങ്കീർത്തനം 165 വാക്യം പറയുന്നുണ്ട്, ദൈവവചനത്തോട് താല്പര്യമുള്ളവന് സമാധാനമുണ്ടാകുമെന്ന്. ദൈവവചനത്തോട് താല്പര്യമുള്ളവന്, ആ ന്യായപ്രമാണങ്ങളോട് താല്പര്യമുള്ളവന്, അത് ദാഹത്തോടെ കടന്നു വരുന്നവന് ആ വചനം കിട്ടിക്കഴിയുമ്പോൾ ഒരു വലിയ സമാധാനമാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. സഹോദരങ്ങളെ, ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, പാപം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും വീണ്ടും വചനം പറയുകയാണ്. ദൈവഭക്തനായിരുന്ന് അവൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാപത്തോട് വിട പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ തീരുമാനമെടുത്താൽ മീഖാ പ്രവാചന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മീഖാ പ്രവാചന പുസ്തകം 7-ാം അധ്യായം 18-19 വാക്യങ്ങൾ, അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരുടെ അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, ആ ദൈവം എത്ര കരുണയുള്ളവനാകുന്നു. അവൻ എന്നേക്കും കോപം കൊള്ളുന്നവനല്ല, ദയയിലല്ല അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, നമ്മുടെ പാപങ്ങളൊക്കെയും നീ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഇട്ട് കളയുമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എത്ര തെറ്റുകൾ ചെയ്തവരാണ്, അത് വ്യഭിചാരമായിക്കോട്ടെ, അല്ലെങ്കിൽ ഭ്രൂണഹത്യ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ളതായ കഠിനമായ പാപങ്ങളായിക്കോട്ടെ, അതെല്ലാം ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാൻ തയ്യാറായാൽ, ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും പൊങ്ങി വരാതിരിക്കത്തക്കവണ്ണം സമുദ്രത്തിൻ്റെ ആഴത്തുകളിലേക്ക് ചവിട്ടി താഴ്ത്തി കളയുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രിയപ്പെട്ടവരെ, ഏറ്റുപറയുവാനും പാപത്തോട് വിട പറയുവാനും തീരുമാനം എടുക്കണം എന്ന് മാത്രം. ചില ആളുകൾ വാസ്തവത്തിൽ കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞു, പക്ഷെ ചിലർ വീണ്ടും ചിന്തിക്കുന്നുണ്ട്, അത് വീണ്ടും പോയില്ലല്ലോ, മനസ്സിൽ നിന്ന് പോകുന്നതിന് ചിന്തിക്കാറുണ്ട്. ഒരിക്കലും ചിന്തിക്കില്ലേ, അതെല്ലാം കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിനൊരിക്കലും പൊങ്ങി വരാതിരിക്കുന്നവണ്ണം സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവം തമ്പുരാൻ ചവിട്ടി താഴ്ത്തി കളഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങൾ, അതുകൊണ്ട് വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം തമ്പുരാൻ ഇന്നല്ലെങ്കിൽ നാളെ മറുപടി നൽകും. വീണ്ടും ഈ മനുഷ്യൻ, കണ്ണ് കാഴ്ച കിട്ടിയതായ മനുഷ്യൻ, വീണ്ടും അതിന് 35-ാം വാക്യത്തിൽ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, നീ ദൈവപുത്രനെ മനസ്സിലാക്കുന്നുണ്ടോ?
ഇല്ല കർത്താവേ, ഞാൻ അവനെ അറിയുന്നില്ല, അല്ലെങ്കിൽ അവനെ കാണുന്നില്ല, നീ കണ്ടാൽ വിശ്വസിക്കുമെന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ സമയത്ത് കർത്താവ് തമ്പുരാൻ പറയുന്നുണ്ട്, നീ കാണുന്നതായ ഞാൻ തന്നെയാണ് ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ, യജമാനനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ വീണ് നമസ്കരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അവൻ പരിപൂർണമായിട്ട് യേശുവിനെ വീണ് നമസ്കരിക്കുന്ന കാഴ്ച. പ്രിയ സഹോദരങ്ങൾ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവും നാഥനുമായി ഞാൻ സ്വീകരിക്കുന്നു, അവനെ ഞാൻ വിശ്വസിക്കുകയാണ്, അവനെ ആരാധിക്കുകയാണ്. എനിക്കിനി മറ്റ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വേണ്ട കർത്താവെ, ഞാൻ പരിപൂർണ്ണം വിശ്വസിക്കുന്നു. യേശു എന്ന് പേരുള്ള മനുഷ്യനല്ല, മറിച്ച് ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതായ ഒരു ബോധ്യവും വിശ്വാസവും നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ആരും നിരാശപ്പെട്ടു പോകല്ലേ. നിരാശപ്പെട്ടു പോകാതെ ആ ദൈവം ജീവിക്കും എന്നുള്ളതായി ബോധ്യമുണ്ടാണ്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം പറയുകയാണ്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. പ്രിയപ്പെട്ടവർ, കാരണം എന്താണ്? നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലാസറേ നീ പുറത്തു വരിക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ലാസറിന് ജീവൻ കൊടുത്തവനായ നമ്മുടെ പൊന്നേശു തമ്പുരാൻ, നയീൻ പട്ടണത്തിലെ വിധവയുടെ മകൻ ഉയർപ്പിച്ചവനായ അതേ യേശു തമ്പുരാൻ, യായിറോസിന്റെ മകൾ ഉയർപ്പിച്ചവനായ അതേ യേശു തമ്പുരാൻ, കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം മേൽത്തരം വീഞ്ഞാക്കിയവൻ, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പരിപോഷിച്ചവൻ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയവൻ, അന്ധന് കാഴ്ച കൊടുത്തവൻ, അനേകം അത്ഭുതങ്ങൾ അടയാളം ചെയ്തവനായ ആ യേശു ക്രിസ്തു മരിച്ചുപോയ ദൈവമല്ല. അവൻ മരിച്ചു അടക്കപ്പെട്ടു, പക്ഷേ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്ത ദൈവമാണ്. ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ വചനത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ യേശു അവിടെയുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ യേശു അവിടെയുണ്ട്. ഞാൻ ആയിരിക്കുന്ന ഏത് സ്ഥലത്തും എൻ്റെ യേശുവുണ്ട്, അവന് സാന്നിധ്യമുണ്ട്. അവനെ വിശ്വസിക്കുകയാണ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ വിശ്വസിക്കുന്നു. അവന് വീണ് നമസ്കരിക്കുകയാണ്. പോരാ, എൻ്റെ പാപ ഇമ്പങ്ങളോട് ഞാൻ വിട പറയുകയാണ്. നമുക്ക് തീരുമാനമെടുക്കാം. ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെ കേൾപ്പിച്ച പദങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ ചില മക്കളെല്ലാം രോഗത്തിലും ഭാരത്തിലും പ്രയാസങ്ങളുമെല്ലാം ആയിരിക്കുന്നു. യേശുവേ, നിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ രോഗങ്ങളും ഭാരങ്ങളും പ്രശ്നങ്ങളുമെങ്കിൽ യേശുവേ, വളരെ വേഗം സൗഖ്യം കൊടുക്കുമാറാകണമേ. ആ സൗഖ്യത്തിലൂടെ, അവരുടെ പ്രശ്നപരിഹാരത്തിലൂടെ നിൻ്റെ നാമം ഉയരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചില വ്യക്തികളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഭാരങ്ങളുമെല്ലാം അവരുടെ പാപങ്ങൾ മൂലമാണ് എങ്കിൽ കർത്താവേ, അവർക്കൊന്ന് അനുദപിക്കുവാൻ ഇന്ന് സമയം കൊടുത്തുവല്ലോ. വീണ്ടും വചനം കേട്ട് ഒരു വലിയ അനുതാപത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം കുമ്പസാരം നടത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് നിന്നെ സ്വീകരിക്കുവാനും ഇടയാക്കണം. കർത്താവേ, എല്ലാവരും ക്ഷമിക്കണമേ, പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പരിപൂർണമായി നിന്നിൽ വിശ്വസിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും നിന്നെ വീണ് നമസ്കരിക്കുവാനും തക്കവണ്ണം എല്ലാവർക്കും കൃപ കൊടുക്കുമാറാകണമേ. എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ, എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണമേ. യേശു നാമത്തിൽ സമാധാനം കൊടുക്കണമേ. യേശു നാമത്തിൽ നിത്യജീവനെ കാക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുവാൻ തക്കവണ്ണം എല്ലാവർക്കും കൃപ കൊടുക്കുമാറാകണമേ. സകലവും യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ ചോദിക്കുമ്പോൾ പിതാവാം ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളി ചെയ്യുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.